ഹലോ ഹലോ ഹലോ. ഇന്ന് ചെറിയൊരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. നമ്മളെല്ലാവരും ദിവസേന പല വാഹനങ്ങളും ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അപകടങ്ങൾ ഒരുപാട് കൂടിക്കൂടി വരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില ആൾക്കാർ റഷ് ഡ്രൈവാണ്. ഒരു ശ്രദ്ധയില്ലാതെ അങ്ങോട്ടോടിച്ച് വെറുതെ എന്താ പറയുക, ഒരു തിരക്കുമില്ല, എന്നാൽ ഭയങ്കര തിരക്കുവാണെന്നുള്ള രീതിയിലാണ് ചില ആൾക്കാർ പോവുക. അതിൽ മെയിനായിട്ട് എന്താ പറയുക, ഏത് പ്രായപരിധിയുള്ള ആൾക്കാരും ഈ ഒരു മാതൃക ഒക്കെ എടുക്കുക. അതായത് പലരെയും കണ്ടിട്ട് അത് മാതൃകയാക്കുക. ഓവർ സ്പീഡിൽ പോവുക, പിന്നെ വണ്ടിക്ക് സൈഡ് കൊടുക്കാതിരിക്കുക, ഓവർടേക്ക് ചെയ്യുന്ന വണ്ടീൻ്റെ ഇടയ്ക്ക് കുത്തി കയറ്റിയിട്ട് മുന്നിൽ പോവുക. ഈ ബൈക്കുകാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ വലത്ത് ഭാഗത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ക്രോസ് ചെയ്ത് അതിൻ്റെ ഗ്യാപ്പ് കൂടെ എടുത്ത് പോവുക. ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നിർത്തി കൊടുക്കുക. അപ്പോൾ അയാൾ പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാം, അല്ലേ? സേഫ്റ്റി ഡ്രൈവിങ് അത് ഏറ്റവും ബെറ്ററാണ്. പിന്നെ ക്ഷമ. ഡ്രൈവറിന് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമയാണ്. ആ ക്ഷമയില്ലെങ്കിൽ സേഫ്റ്റി റൂൾസൊക്കെ തെറ്റും. പിന്നെ ആ ക്ഷമ കൊണ്ട് എന്താ പറയുക, ഒരുപാട് ഗുണങ്ങളുണ്ട്. അപകടത്തിൽ നിന്ന് നമ്മുടെ ജീവൻ എത്രയും കാലം നമുക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ അത്രയും കാലം നമുക്ക് ദൈവം തന്ന ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. ഒരു അപകടമില്ലാതെ, കൈക്കും കാലിനും തലയ്ക്കും കണ്ണിനും ഒന്നിനും ഒരു പരിക്കും ഇല്ലാതെ സേഫായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അതാരും ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ഡിഫെൻസീവ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് പറഞ്ഞാൽ നമ്മൾ ഓരോ ഡ്രൈവറും ചിന്തിക്കേണ്ട കാര്യമാണ്. ഡിഫെൻസീവ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ഡ്രൈവിംഗ്. ഇതിൻ്റെ കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഒരു അപകടം അത് നമുക്ക് വരാം എന്നുള്ള ഒരു ബോധത്തോടു കൂടി നമുക്ക് തന്നെ വരണമെന്നില്ല, നമ്മുടെ മുമ്പിലുള്ള കാൽനട യാത്രക്കാർക്കായാലും പിന്നെ മുമ്പിലത്തെ ഡ്രൈവറിനായാലും പിന്നെ അങ്ങനത്തെ ചില മൃഗങ്ങൾ ചിലപ്പം പെട്ടെന്ന് സഡൻലി ഈ പൂച്ച പട്ടി എന്നുള്ള മൃഗങ്ങളെല്ലാം പെട്ടെന്ന് റോഡിന് കുറുകെ ചാടി, അപ്പോൾ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കും നമ്മുടെ കൂടെ യാത്രക്കാരായുള്ള ആൾക്കാരും എല്ലാവർക്കും അപകടം പറ്റും. ഈ ചെറിയ ഇഞ്ചുറി പോയാലും നമ്മുടെ ശരീരത്തിന് അത് എത്ര വേദന ജനിപ്പിക്കും. നമുക്ക് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നല്ല സുന്ദരമായിട്ട് ജീവിച്ചൂടെ? അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ നെട്ടോട്ട് ഓടുന്നത്. അത് കുറച്ചൊന്ന് ശ്രദ്ധയോട് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാടിന് ഗുണമല്ലേ? അശ്രദ്ധമായിട്ട് ഓടിച്ചതുകൊണ്ട് നമുക്കും ഇല്ല ഗുണം, നാടിനും ഇല്ല ഗുണം. റോഡ് നല്ല റോഡാണെങ്കിൽ അതിലൂടെ സേഫായിട്ട് ഓടുക. സേഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എത്ര സ്പീഡാണോ അത്രയും സ്പീഡിൽ നിങ്ങൾക്ക് പോകാം. അല്ലാതെ 10 സ്പീഡിലോ 20 സ്പീഡിലോ പോകണമെന്നൊന്നും നിർദ്ദേശമൊന്നും നിബന്ധനയൊന്നുമില്ല. എത്ര സ്പീഡിലോ 120 സ്പീഡിൽ വരെ പോകാം. വണ്ടീൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ 120 സ്പീഡിൽ പോയാലും നിങ്ങൾക്ക് വണ്ടി സ്വന്തം കൺട്രോൾ ചെയ്യാം. ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ വണ്ടി സ്ലോ ആവും, നിങ്ങളുടെ കൺട്രോളിലുണ്ട് എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അതേ സ്പീഡിൽ പോവാം. പക്ഷേ എവിടെയോ ഏത് സമയത്തോ എന്തോ ഒന്ന് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ, അല്ലേ? ആ രീതിയിലേക്കാവുമ്പോൾ നമുക്ക് അപകടങ്ങൾ വരില്ല എന്നൊന്നും പറയില്ല. ഏത് സ്പീഡ് കുറഞ്ഞാലും സ്പീഡ് പോയി കഴിഞ്ഞാലും അപകടങ്ങൾ വരും. പക്ഷേ നമുക്ക് നമ്മുടേതായ രീതിയിലേക്കുള്ള അപകടങ്ങൾ വരുന്നത് പരമാവധി കുറയ്ക്കാൻ പറ്റും. ശുഭദിനം ആശംസിക്കുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കുക കേട്ടോ. പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം.